Hi all, Assalamu alaikum, welcome back. നമ്മൾ ഇന്ന് എഗ് പഫ്സ് പോളയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പഫ്സിന്റെ അതേ ടേസ്റ്റിൽ തന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പോള, അതാണ് നമ്മൾ എഗ് പഫ്സ് പോള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കുള്ള മസാലയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില, കറിവേപ്പില ഇത്രയൊന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പെരുംജീരകം പൊടിച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളേ ഉള്ളൂ. അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില, ഇവ രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കണം. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക. ഈ ഒരു വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പഫ്സിലേക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുട്ടയും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാനിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അരികുഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് അരികൊന്നും കളയാതെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ വെച്ചാൽ മതി, പ്രത്യേകിച്ച് ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് രണ്ട് ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കണം. അതായത് അടിഭാഗത്തേക്കും വെക്കണം, സൈഡ് ഭാഗത്തേക്കും ആയിട്ട് വേണം ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹോൾ ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നനഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൈഡ് ഭാഗങ്ങളും എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ രണ്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. മുട്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്താലും മതി. മുട്ടയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള മസാല കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും മസാല ഉണ്ടാകുമ്പം ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തുമായിട്ട് മുകളിലും താഴെയായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലാസ്റ്റിലൊന്ന് കൈ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആയി കിട്ടും. ഇനി ലാസ്റ്റായിട്ട് ഒരു തക്കാളി നാലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മളുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗങ്ങളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സൈഡ് ഭാഗങ്ങളിൽ ബ്രെഡ് ശരിക്കും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടി നിൽക്കാനും വേണ്ടിയിട്ട് നമുക്കിത് സഹായിക്കും. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗങ്ങൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോളയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗ ടോപ്പിലൊരു പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോളയുടെ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ലിഡ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 25 മിനിറ്റ് ആയപ്പോഴാണ് റെഡിയായി കിട്ടിയത്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട സമയത്ത് കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് മാത്രം മതിയാവും. പിന്നെ നമ്മുടെ പാനിൻ്റെ കട്ടിക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പാന് കട്ടി കുറവായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 25 മിനിറ്റ് ആയാരെയാണ് ഇതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊരു ബ്രൗൺ കളർ കൂടിപ്പോയി. ഇനി നമുക്ക് പോളയുടെ മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാനിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ പോള റെഡിയായി കിട്ടും. അപ്പോൾ അത് നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഒരു ബ്രൗൺ കളർ കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് കുറവില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 20 മിനിറ്റ് വെച്ച് നോക്കുക. അപ്പം പാന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് തന്നെ വെക്കുക. പാനിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് വെച്ചാൽ മതി.
അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്